ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. ഇന്ന് നമ്മൾ AI ക്യാമറ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടല്ലേ. AI ക്യാമറ നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ പിടിക്കുന്നു, അതുവഴി നമുക്ക് ഫൈന് വരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് നമ്മുടെ മൊബൈലിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ആപ്ലിക്കേഷൻ, AIയുടെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള പോസ്റ്ററുകൾ, അതായത് ഇപ്പോൾ നമുക്ക് ക്രിസ്മസ് ആണ്, അല്ലെങ്കിൽ ന്യൂ ഇയറിന്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബർത്ത്ഡേ വിഷ് ചെയ്യാൻ, ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള പോസ്റ്റേഴ്സും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത്. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്തൊരു ലൈക്കും പിന്നെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറന്നുപോകും. മൊബൈലിൻ്റെ ഹോം പേജ് ഓപ്പൺ ചെയ്തു. നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ്. പ്ലേ സ്റ്റോർ ഓപ്പണിൽ നമുക്ക് ഇതിന് വേണ്ട ആപ്ലിക്കേഷൻ ബിങ് എന്നാണ്, BING എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. BING ബിങ് ഒരു ചാറ്റ് GPT ആണ്. നമ്മൾ ചാറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്കതിൻ്റെ റിസൾട്ട് നമുക്ക് പല രീതിയിൽ നമുക്ക് തരും. ഇതെല്ലാം ലൈവായിട്ട് കാണിച്ചു തരാം. കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നമ്മൾ ബിങ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മളത് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ളൊരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് പ്രൊഫൈലിൻ്റെ ഒരു ഐക്കൺ കാണുന്നുണ്ട് റൗണ്ടിൽ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെയിൽ ID നമ്മുടെ ഒന്ന് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇമെയിൽ ID നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ലോഗിൻ ചെയ്യാം, എങ്കിലേ കറക്റ്റായിട്ടുള്ളൊരു ആക്സസ് അതിലേക്ക് കിട്ടുള്ളൂ. ഇവിടെ താഴേക്ക് നമുക്ക് ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള കുറേ ഇമേജസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ നമുക്ക് പറയുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, നമുക്ക് ഓൾറെഡി ഡിഫോൾട്ടായിട്ടുള്ള കുറേ ഇമേജസുകൾ നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലുള്ള ഇമേജസുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ല, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറേ ഫോട്ടോസ്, പോസ്റ്റേഴ്സൊക്കെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇതൊന്നുമല്ല, ഫുൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എങ്കിലേ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഇവിടെ അതുപോലെ തന്നെ പല ഡോക്യുമെന്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പോസ്റ്റർ നമുക്ക് ഡിസൈൻ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ താഴെ ഒരു റൗണ്ട് ബട്ടൺ കാണിക്കുന്നുണ്ട് അല്ലേ, അവിടെ നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ നമുക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കണ്ടില്ലേ, അവിടെ നമുക്കൊരു മൈക്കിൻ്റെ ബട്ടണായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ മൈക്കിൻ്റെ ബട്ടണിൽ നമുക്കിവിടെ ജസ്റ്റ് ഒരു ഹായ് നിന്ന് നമുക്കൊന്ന് പറഞ്ഞാൽ, മൈക്കിലൊന്ന് ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട് ഐ എം ലിസണിങ് കാണിക്കുന്നുണ്ട്, ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ AI നമുക്ക് സംസാരിക്കാൻ പറ്റും. എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അതിൽ ടൈപ്പ് ചെയ്യാം. നമ്മൾ ഹായ് എന്ന് കൊടുത്തപ്പോഴത്തേക്ക് ഇവിടെ ഹായ് ഹൗ ആർ യു എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു ഞാൻ ബിങ് എന്ന ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് ഒരു AI ആണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും ചെയ്തിരുന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് സോങ്സ് വേണമെങ്കിലും പിക്ചേഴ്സ് വേണമെങ്കിലും എന്ത് കാര്യങ്ങളും ആരെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ ചെയ്തിരുന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായി നമുക്ക് വേണ്ടത് നമുക്കൊരു ഫ്രണ്ടിന്, എൻ്റെ ഒരു അനൂപ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് നമുക്കൊരു ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ്, ന്യൂ ഇയർ 2024 ഗ്രീറ്റിംഗ്സ് കാർഡ് നമുക്ക് ഉണ്ടാക്കി അയക്കണം എന്ന് വിചാരിക്കുക. അതാണ് നമ്മുടെ ആവശ്യമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ പറഞ്ഞാൽ മതി, എനിക്കൊരു ഗ്രീറ്റിംഗ്സ് കാർഡ് ഉണ്ടാക്കണം എന്നുള്ളത്. പ്ലീസ് ക്രിയേറ്റ് ന്യൂ ഇയർ പോസ്റ്റർ ഫോർ മൈ ഫ്രണ്ട് അനൂപ് എന്നുള്ളത്. നമ്മൾ ഈ പ്രൊനൗൺസ് ചെയ്യുന്ന ഇതിൽ വ്യത്യാസം വരുന്ന സമയത്ത് സ്പെല്ലിങ്ങിൽ കറക്റ്റായിട്ട് വ്യത്യാസം വരും. അപ്പോൾ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാം. ഇവിടെ കണ്ടില്ലേ, നമ്മളത് അപ്പോഴേക്ക് അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് കൂടെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാലും മൈക്ക് കൂടെ പറഞ്ഞു കഴിഞ്ഞാലും അത് നമുക്ക് അതിനുള്ള ആൻസർ കൃത്യമായിട്ട് തരുന്നുണ്ട്. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ട താമസമേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് അടിപൊളി പോസ്റ്റേഴ്സ് ആണ്, നമുക്ക് ന്യൂ ഇയറിന്റെ പോസ്റ്റേഴ്സ് ആണ് നമുക്ക് ഡിസൈൻ ചെയ്ത് ഇപ്പൊ കാണിച്ചു തരാം. അതാ ഇവിടെ പറയുന്നുണ്ട്, ഞാൻ സെക്കൻഡ് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, 4 പോസ്റ്റേഴ്സ് നമുക്ക് സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ച് കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, അടിപൊളി പോസ്റ്റേഴ്സ് അല്ലേ. ഞാനത് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലുള്ള നല്ല അടിപൊളി പോസ്റ്റേഴ്സാണ് നമുക്ക് ഇവിടെ വരുന്നത്. നമുക്ക് 2024 പോസ്റ്റേഴ്സ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതേ ടൈപ്പിൽ പല ടൈപ്പ് പോസ്റ്റേഴ്സുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത പോസ്റ്റർ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഒരു റോബോട്ടിക് ഫീല് വരുന്ന പോസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സാന്താക്ലോസിൻ്റെ ആ തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള പോസ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും, ന്യൂ ഇയർ ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഇതുപോലെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ, ഇവിടെ ഒരു റോബോട്ടിക് ആയിട്ടുള്ളൊരു ഇമേജാണ് വരുന്നത്. 2024 ഹാപ്പി ന്യൂ ഇയർ 2024 അനൂപ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് അല്ലേ. ഇതേപോലെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവിടെ നമുക്ക് ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് അവർക്ക് ഫ്രണ്ടിന് മെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാനോ ഒക്കെ സാധിക്കും. വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുക, ലാസ്റ്റ് എൻഡ് വരെ കാണുക, എങ്കിലേ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഇതൊന്നുമല്ല, ഇനിയും ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മെയിൽ അയക്കാനോ അല്ലെങ്കിൽ വാട്സപ്പ് വഴി ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനൊക്കെ സാധിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഒരു ബർത്ത്ഡേ
മെസ്സേജാണ്, നമുക്ക് ഒരു ബർത്ത്ഡേ പോസ്റ്റാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കിവിടെ മൈക്ക് ഓൺ ചെയ്തിട്ട് നമുക്കിവിടെ പറയും പ്ലീസ് ക്രിയേറ്റ് എ ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് അല്ലെങ്കിൽ പോസ്റ്റർ ടു മൈ ലവിങ് സിസ്റ്റർ അഗിന എന്നുള്ളത് കൊടുക്കാം. ഇന്ന് എൻ്റെ സിസ്റ്റർ അഗിനയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ അതിനുള്ളൊരു പോസ്റ്ററാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു പോസ്റ്ററാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം ഏത് ടൈപ്പുള്ള പോസ്റ്ററാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കാരണം AI ആണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പോസ്റ്റേഴ്സ് അവർ ക്രിയേറ്റ് ചെയ്ത് തരും. ഇവിടെ അതിന് നമ്മൾ പറഞ്ഞിരിക്കുന്നതിന് റെസ്പോൺസ് തരുന്നുണ്ട്. കൃത്യമായിട്ട് അത് പറയുന്നു ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. നമുക്ക് അപ്പോഴേക്ക് പോസ്റ്റർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെ തയ്യാറാക്കുന്ന ആ വർക്കിൻ്റെ ഒരു എംബ്ലം ഇവിടെ കാണിക്കുന്നുണ്ട്. സെക്കൻഡ് വെച്ചിട്ട് നമുക്ക് 4 പോസ്റ്റേഴ്സാണ് അവർ, ഒന്നല്ല 4 പോസ്റ്റേഴ്സ്, നല്ല അടിപൊളി പോസ്റ്റേഴ്സ് കണ്ടോ, 4 പോസ്റ്റേഴ്സാണ് നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, അടിപൊളി പോസ്റ്ററാണ്, നല്ല ക്യൂട്ട് പോസ്റ്റേഴ്സ് അല്ലേ. ഇത് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ്റെ ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗാലറിയിലേക്കാണ് പോകുന്നത്. ഗാലറിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ കൊടുത്തിട്ട് വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്കോ എവിടേക്ക് വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാനും പറ്റും. ഇത് ഞാനിതാ എൻ്റെ സിസ്റ്ററിൻ്റെ വാട്സപ്പിലേക്ക് പോസ്റ്റ് ചെയ്യാണ്. അവർ വളരെ ഹാപ്പി ആയിരിക്കും, കാരണം സാധാരണ ഒരു പോസ്റ്റർ അല്ല ഇത്, AI ജനറേറ്റഡ് ആയിട്ടുള്ള AI കൊണ്ട് നമ്മൾ നിർമ്മിച്ച ഒരു പോസ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലുള്ള ഒരു പോസ്റ്റർ, ന്യൂ ഇയർ പോസ്റ്റർ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ അയച്ചു നോക്കൂ, അവരാകെ വണ്ടറാവും. ഇവിടെ നമുക്ക് ഇതിൻ്റെ താഴെ നമുക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റും, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എന്നുള്ള ഒരു കണ്ടന്റ് കൂടി നമ്മളിവിടെ ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഏരോളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ എൻ്റെ സിസ്റ്ററുടെ വാട്സപ്പിലേക്കാണ് പോകുന്നത്. ഇനി വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് കാണുക എന്നുള്ളതും നമുക്ക് നോക്കാം. ഇവിടെ കൃത്യമായിട്ട് കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ്. ഇത് നിങ്ങളിപ്പോൾ തന്നെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ചെയ്തു നോക്കും. ഞാൻ ഈ AIയുടെ ബിങ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്ത പോസ്റ്റേഴ്സ് എല്ലാം കണ്ടില്ലേ, അടിപൊളി ആപ്ലിക്കേഷൻ അല്ലേ. ഇത് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കൂ വേഗം. ഇപ്പോൾ തന്നെ ക്രിസ്മസിനാണെങ്കിലും അല്ലെങ്കിൽ ന്യൂ ഇയറിനാണെങ്കിലും ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫ്രണ്ട്സിന് എന്തെങ്കിലും സെലിബ്രേഷൻ, അതായത് ഹാപ്പി ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് പോസ്റ്റേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിന് മൊത്തം ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.